പെരുമ്പാവൂർ തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ഹാജി മുല്ലപ്പള്ളി മീരാൻ മൗലവി സ്മാരക ലൈബ്രറിയുടെ ഉദ്ഘാടനം ഹൈക്കോടതി ജസ്റ്റിസും കുടുംബാംഗവുമായ അബ്ദുൽ ഹക്കീം നിർവഹിച്ചു. അങ്ങനെ എറണാകുളം ലോ കോളേജിൽ പാസ് ചെയ്തു. അവിടുന്ന് LLB കരസ്ഥമാക്കുന്നു, LLM കരസ്ഥമാക്കുന്നു. LLM കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സ്റ്റുഡൻ്റാണ് LLM പോസ്റ്റ് ഗ്രാജുവേഷൻ ലോ നടത്തുന്ന എൻ്റെ പിതാവ്. LLB പിതാവ് പഠിച്ച അതേ കോളേജിൽ തന്നെ LLB പഠിച്ചു, LLM പഠിച്ചു. എന്നിരുന്നാലും എനിക്ക് സ്വയം തോന്നിയിരുന്നു ഞാനൊരു വക്കീലാവാൻ എക്യുപ്റ്റല്ല എന്നുള്ളത് എനിക്ക് സ്വയം തോന്നിയിരുന്നു. ഞാനതൊരു ചെറിയ എന്തായാലും പിതാവിൻ്റെ ഓഫീസിൽ ഒരു ജൂനിയർ വക്കീലായി തുടർന്നു വേറെ പല വഴികളും ഞാൻ നോക്കി ഒന്ന് രക്ഷപ്പെടാൻ. പക്ഷെ ഒന്നും ശരിയായില്ല. കാരണം കേരള ഹൈക്കോടതിക്ക് എന്നെ ആവശ്യമായിരുന്നിരിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ ആ വക്കീലിന്റെ ഒഴുകി ഞാനും ഒരു ഹൈക്കോടതി ജഡ്ജ് ചെയ്തു. അപ്പോൾ എന്റെ ഉപ്പാപ്പയുടെ വാക്ക് കേൾക്കാതിരുന്ന എന്റെ ഫാദർ കേൾക്കാതിരുന്നെങ്കിൽ ഞാൻ ഈ പൊസിഷനിലെത്തില്ല. തണ്ടേക്കാട് മുസ്ലിം ജമാഅത്തിൽ 54 വർഷം ഖത്തീബായി ജോലി ചെയ്യുകയും 1971 മുതൽ 74 വരെ പ്രഥമ മാനേജർ മജീദ് മരക്കാർ സാഹിബിനു ശേഷം തണ്ടേക്കാട് ജമാഅത്ത് HSSന്റെ മാനേജറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത അറബി അധ്യാപകനായ മുല്ലപ്പള്ളി വീട്ടിൽ ഹാജി മീരാൻ മൗലവിയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളാണ് സ്കൂളിൽ ലൈബ്രറി നിർമ്മിച്ചു നൽകിയത്. തണ്ടേക്കാട് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് KK മജീദ് അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന മജീദ് മരക്കാരുടെ നേതൃത്വത്തിൽ നമ്മൾക്ക് ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി 1964 തുടക്കം കുറിക്കാൻ സാധിച്ചു. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസരത്ത് പല സ്ഥലങ്ങളിലും എയ്ഡഡ് മേഖലയിൽ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ഗവൺമെന്റിന് വിട്ടുകൊടുത്ത ഒരു കാലഘട്ടത്താണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു ആശയം മുന്നിൽ വയ്ക്കുകയും അതിനുവേണ്ടി മീരാൻ മൗലവിയുടെ നേതൃത്വത്തിൽ നമ്മളുടെ മഹൽ അംഗങ്ങൾ തയ്യാറായി മുന്നോട്ട് പോകും. സ്കൂൾ മാനേജർ PA മുക്താർ മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഒരു വിഷയം എന്നോട് ആദ്യമേ സംസാരിച്ചത് നൗഷാദ് സാറായിരുന്നു. ഇത് ഇങ്ങനെയുള്ള ലൈബ്രറി നമുക്ക് ആവശ്യമാണ്. കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യത എന്ന് പറയുമ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളിൽ നിന്ന് മോചനം നേടുന്നതിൻ്റെ ഭാഗമായി സ്പോർട്സും അതുപോലെ വായനയുമാണ് അതിനെല്ലാം പ്രതിവിധി എന്നുള്ള തലത്തിൽ സംസാരിക്കുമ്പോൾ മീരാൻ മൗലവി മെമ്മോറിയൽ ലൈബ്രറി എന്നുള്ള തലത്തിലേക്ക് മുല്ലപ്പള്ളി ഫാമിലിയുമായി സംസാരിക്കാം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു സംവിധാനമാണ് എന്ന് നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ളത്. തണ്ടേക്കാട് കിൻഡർ ഗാർഡൻ മാനേജർ അബ്ദുൽ നസീർ മുല്ലപ്പള്ളി മീരാൻ മൗലവി അനുസ്മരണ പ്രഭാഷണം നടത്തി. 1901 മുതൽ 1974 വരെ 73 കൊല്ലം അദ്ദേഹം ജീവിച്ചു. നെടുന്തോട് മുല്ലപ്പള്ളി തറവാട്ടിൽ ആണ് അദ്ദേഹത്തിൻ്റെ ജനനം. ചെറുപ്പം മുതലേ തന്നെ ശ്രീ മീരാൻ മൗലവി പഠനകാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള ആളായി. മുൻ സ്കൂൾ മാനേജർ അബ്ദുൽ ലത്തീഫ, ഇന്ത്യൻ വോളിബോൾ ടീം മുൻ ക്യാപ്റ്റൻ VA മൊയ്തീൻ നൈന, തണ്ടേക്കാട് മുസ്ലിം ജമാഅത്ത് ചെയർമാൻ ഷാജഹാൻ KB, സലീം മുല്ലപ്പള്ളി, ബിജു കാസിം, പ്രിൻസിപ്പൽ KH നിസാമോൾ, ഹെഡ് മിസ്ട്രസ് VM മിനിമോൾ, EK മുഹമ്മദ് ഷാഫി, PTA പ്രസിഡന്റ് മുസ്തഫ ചിറ്റേത്തൂടി, അഡ്വൈസറി ബോർഡ് ചെയർമാൻ മുഹമ്മദ് അലി മേലത്താൻ, ഓൾ ഇന്ത്യ റേഡിയോ ബ്രോഡ്കാസ്റ്റർ സീന യഹ്യ, ഡോക്ടർ ഖദീജ MA, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KN നൌഷാദ്, VP അബൂബക്കർ, ഷറീന KA, സ്റ്റാഫ് സെക്രട്ടറി അലിയാമുൾ അലിയാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.